അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാരമൽ പാലട ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലട പാൽപ്പായസമൊക്കെ വെക്കുമ്പോൾ പാത്രം എപ്പോഴും നല്ല വൃത്തിയുള്ള പാത്രം വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. പഞ്ചസാര ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ വളരെ കുറവായിട്ടാണ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് കാരണം ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ആ മിക്സിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കുറഞ്ഞ അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി സാധാരണ ഒരു പാലടയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ പകരം നിങ്ങളൊരു 8 ടേബിൾ സ്പൂണെങ്കിലും എടുക്കണം. എന്നാലേ മധുരം ഒരു അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും പഞ്ചസാരൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. ബ്രൗൺ കളർ ആയ ശേഷം മാത്രമേ അതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും ഈ പഞ്ചസാര പൂർണ്ണമായിട്ടും മെൽറ്റായിട്ട് ഒരു ബ്രൗണിഷ് കളറാകും. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര പൂർണ്ണമായിട്ടും മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായ ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം പഞ്ചസാര ഒരു ഭാഗത്ത് മാത്രമല്ല ഉണ്ടാവുക, പല ഭാഗത്തായിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും ഈ സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെയൊക്കെ അളവ് അവനവൻ്റെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അടുത്തതായിട്ട് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം മൗത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് മാത്രം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ആവും, പൊള്ളുകയും ചെയ്യും. അപ്പോൾ കുറച്ച് മാത്രം പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ മെൽറ്റായിട്ടുള്ള പഞ്ചസാര ഇതാ ഇങ്ങനെ മേലേക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. അത് ചൂടാകുമ്പോൾ വീണ്ടും സാധാരണ മെൽറ്റായിക്കോളൂ കേട്ടോ. ഇതൊക്കെ ചേർത്തുമ്പോഴൊക്കെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പാലൊന്ന് അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. കാരണം അടിയിൽ പിടിച്ചാൽ ഉറപ്പായിട്ടും ആ പാലൊന്ന് കരിയും. അപ്പോൾ കരിയാത്ത വിധം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. ഫസ്റ്റ് കുറച്ച് ചേർത്തു, പിന്നെ ബാക്കിയുള്ളതൊന്ന് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ ഞാൻ ഒരു 1.5 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് 300 ഗ്രാം ഇൻസ്റ്റൻറ്റ് പാലട മിക്സിന് ഞാൻ എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ 1.5 ലിറ്റർ പാൽ എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പാലട മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാലട മിക്സ് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ പാലട മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ 300 ഗ്രാം അളവിലാണ് ഞാൻ പാലട മിക്സ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് മാത്രം വന്നിട്ട് കാര്യമില്ല, ആ പാലട ഒന്ന് വെന്ത് കിട്ടും വേണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താട്ടോ. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുന്നത്. മധുരമൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഓൾറെഡി ഈ ഇൻസ്റ്റൻറ്റ് മിക്സിൽ അറിയാലോ നല്ലപോലെ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇനി ചേർത്തണോ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും പാലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. കാരണം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മേലെ ഇങ്ങനെ പാട ഇങ്ങനെ കെട്ടും. അത് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റൻറ്റ് പാലട മിക്സിൽ
കാരമൽ ആയിട്ടുള്ള പാലട എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.